ലൈഫിൽ നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് നമ്മളെ തേടി എത്തും. അഫിനെ കണ്ണു തുറക്കുമ്പോൾ അഫിന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു കറുത്ത ടോപ്പും ഒരു വെള്ള ജീൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തി അഫിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അഫിന്റെ ലവർ അന്നയാണ്. വളരെ വ്യക്തമായി അഫിന് കാണാൻ സാധിക്കും. അന്നയെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ദേഷ്യമൊന്നും കാണത്തില്ല. റെഡി 1 2 3 വേഗം. ഇതാരാ? ടെൻഷൻ അടിക്കണ്ട. ഇതാരാ അറിയാമോ? എങ്ങനെ അറിയാം? ആരാ ഇത്? അഞ്ഞ. ടെൻഷൻ അടിക്കല്ലേ. സന്തോഷം മാത്രമേ ഉണ്ടാകത്തില്ല, വിഷമൊന്നും ഉണ്ടാകത്തില്ല കേട്ടാ. ഏറ്റവും കൂടുതൽ 5 വർഷം സ്നേഹിച്ചതാണ് അഞ്ഞയെ. അഞ്ഞയുടെ ദേഷ്യമൊന്നുമില്ല. അഞ്ഞയോട് സംസാരിക്കാം, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അഞ്ഞയോട് സംസാരിക്കാം. കൈ കൊടുത്തോ അഞ്ഞയ്ക്ക്? കൊടുത്തോ? വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കില്ല, ടെൻഷൻ വേണ്ട, വിഷമം വേണ്ട, വിഷമിക്കല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്ക്. എന്തെങ്കിലും അഞ്ഞയ്ക്ക് പറയാനുണ്ടോ? വിഷമിക്കണ്ട. നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമ്മളെ തേടി എത്തും. നിനക്ക് എത്ര വയസ്സായി? 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനി എത്രയുണ്ട് ലൈഫ്? ലൈഫ് ഇനി ഒരുപാടില്ലേ? 18 വയസ്സിൽ കാരണം ഒരാളുടെ അടുത്ത് സ്നേഹം ഇഷ്ടമൊക്കെ തോന്നുന്നത് ശരി തന്നെയാണ്. പക്ഷേ നിനക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നിന്നെ തേടി വരും. നീ അതിന്റെ പേര് വിഷമിക്കത്തില്ല കേട്ടോ. അഞ്ഞവിടെ ഉണ്ടാവും കേട്ടോ. അഞ്ഞവിടെ നിൽക്കും. ഇല്ല, വിഷമിക്കണ്ട. അഞ്ഞവിടെ നിൽക്കും കേട്ടാ. അല്ല, കൈ വിട്ടോ, കുഴപ്പമില്ല. അഞ്ഞവിടെ നിൽക്കും. പിന്നെ കണ്ണു തുറക്കുമ്പോ അഫിൻ കണ്ട അഞ്ഞ എന്ന് പറയുന്നത് ഹിപ്നോട്ടിസത്തിന്റെ ഒരു ഹാലുസിനേഷൻ ഇഫക്റ്റ് ആണെന്നുള്ള ഒരു തിരിച്ചറിവ് അഫിൻ ഉണ്ടായിരിക്കും. ഇപ്പൊ കൈ പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് കാണാനും പറ്റും. ആരാ പിടിച്ചോണ്ടിരുന്നത്?